ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, രാജാ രവിവർമ്മ പുരസ്കാരം, ഹരിവരാസന പുരസ്കാരം എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഇനി ബാക്കിയുള്ള പുരസ്കാരങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. ആദ്യത്തെ അവാർഡ് നോവലിനാണ്. നോവലിന് ആർക്കാണ് ലഭിച്ചത്? വി ഷിനിലാലിനാണ്. കൃതി ഏതാണ്? സമ്പർക്ക ക്രാന്തി എന്നതാണ് കൃതി. അപ്പോൾ നോവലൊക്കെ എഴുതിയാൽ എന്താണ്? നമ്മൾ ക്ഷീണിച്ച് പോകും അല്ലേ? അപ്പോൾ ക്ഷീണിച്ച് പോവും എന്നുള്ളത് ഷിനി എന്ന് ഓർക്കുക. നോവൽ എഴുതിയാൽ ക്ഷീണിച്ച് പോവും, നോവൽ ഷിനി. പിന്നെ എന്താണ്? കൃതിയാണുള്ളത്. സമ്പർക്ക ക്രാന്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ ഓർക്കാം? ഈ നോവലിൽ നോ എന്നുള്ളത് എടുത്തിട്ട് നോ സമ്പർക്കം അല്ലേ? നമ്മൾ കോവിഡ് എല്ലാം ഉണ്ടായ സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്കാണ് എന്താണ്? നോ സമ്പർക്കം. നോവലിലെ നോയും സമ്പർക്ക ക്രാന്തിയിലെ സമ്പർക്കവും. അപ്പോൾ നോവൽ വി ഷിനിലാൽ, സമ്പർക്ക ക്രാന്തി. അടുത്തത് നോക്കാം. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NG ഉണ്ണികൃഷ്ണൻ. കൃതിയുടെ പേരെന്താണ്? കടലാസ് വിദ്യ. നമുക്ക് എങ്ങനെ ഓർക്കാം? എന്താണ്? കവിത ഉണ്ണിക്ക് കടലാസ് കൊണ്ട് വിദ്യകൾ കാണിച്ചു കൊടുത്തു. കവിത ഉണ്ണിക്ക് കടലാസ് കൊണ്ട് വിദ്യകൾ കാണിച്ചു കൊടുത്തു എന്നോർക്കുക. കവിത NG ഉണ്ണികൃഷ്ണൻ, കടലാസ് വിദ്യ. അടുത്ത് നോക്കാം. ചെറുകഥ. മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് PF മാത്യൂസിനാണ് കിട്ടിയത്. കൃതിയുടെ പേരെന്താണ്? മുഴക്കം. എങ്ങനെ ഓർക്കാം? നമ്മുടെ ഈ ശരീരത്തിലൊക്കെ ചെറിയ മുഴയുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? PF എടുത്തിട്ട് അത് ചികിത്സിക്കും എന്നോർക്കുക. അപ്പോൾ ചെറുകഥയിലെ ചെറുമുഴകൾ, ശരീരത്തിലെ ചെറുമുഴയുണ്ടായാൽ എന്ത് ചെയ്യും? PFൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് നമ്മളത് ചികിത്സിക്കും എന്നോർക്കുക. അടുത്ത് നോക്കാം. നാടകം. ഓക്കെ, നാടകത്തിനുള്ള പുരസ്കാരം നേടിയത് എമിൽ മാധവി ആണ്. ഏതാണ് നാടകത്തിൻ്റെ പേര്? കുമരു എന്നാണ്. ഇതിന് നല്ലൊരു കോഡ് എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഓർക്കാനായിട്ട് നാടകം സിനിമ കണക്ട് ചെയ്ത് മാധവി എന്ന നായികയെ നമുക്ക് ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം. സാഹിത്യ വിമർശനം. സാഹിത്യ വിമർശനം ആർക്കാണ് അവാർഡ് ലഭിച്ചത്? S ശാരദക്കുട്ടിക്ക്. കൃതി ഏതാണ്? എത്ര പ്രേരണകൾ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓർക്കാം? നമുക്ക് ഈ ശാരദക്കുട്ടിയിലെ കുട്ടിയെ എടുക്കാം അല്ലേ? ഈ കുട്ടികൾ വികൃതി കാണിച്ചാൽ നമുക്ക് അവരെ വിമർശിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും അല്ലേ? അപ്പോൾ കുട്ടികൾ വികൃതി കാണിച്ചാൽ അവരെ വിമർശിക്കാനുള്ള പ്രേരണയുണ്ടാവും. അടുത്ത് നോക്കാം. ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ജയന്ത് കാമിച്ചേരി. നമുക്ക് ആലോചിക്കാം. ഈ ഹാസ്യം എന്ന് പറഞ്ഞാൽ കോമഡി അല്ലേ? നമ്മളൊരു കോമഡിയൊക്കെ പറഞ്ഞ് അതങ്ങ് വിജയിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കമിഴ്ന്ന് കടന്ന് ചിരിച്ചു പോകും അല്ലേ? അപ്പോൾ നല്ല ഹാസ്യം കേട്ടാൽ, ആ ഹാസ്യം വിജയിച്ചാൽ എന്താണ്? കമിഴ്ന്ന് കടന്ന് ചിരിക്കും. അപ്പോൾ ജയന്ത് കാമിച്ചേരി ജയിച്ചു കഴിഞ്ഞാൽ കമിഴ്ന്ന് കടന്ന് ചിരിക്കും. എന്ത്? ഹാസ്യം കേട്ടാൽ. ഹാസ്യ സാഹിത്യം. അടുത്ത് നോക്കാം. യാത്രാവിവരണം നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? C അനൂപ്, ഹരിത സാവിത്രി. ഓക്കെ, യാത്രാവിവരണത്തിന് അവാർഡ് ലഭിച്ചത് C അനൂപിനും ഹരിത സാവിത്രിക്കുമാണ്. നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ അന്ന് യാത്ര പോയപ്പോൾ എന്താണ്? കുറേ പച്ചപ്പൊക്കെ കണ്ടു എന്നാലോചിക്കാം. അപ്പോൾ ഈ യാത്രാവിവരണം, അന്ന് യാത്ര പോയപ്പോൾ പച്ചപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹരിതം അല്ലേ? ഹരിത അവിടെ കിട്ടി. ഓക്കെ, അന്ന് യാത്ര പോയപ്പോൾ അനൂപ് അല്ലേ? അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു. അന്ന് അനൂപ്, പച്ചപ്പ് എന്ന് പറയുന്നത് ഹരിത. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോയാൽ കേരള PSC സാധാരണയായിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻസ് തരും. എന്താണ്? ഓപ്ഷൻ A C അനൂപ്, ഓപ്ഷൻ B അനൂപ്, ഓപ്ഷൻ C D അനൂപ് അല്ലേ? അങ്ങനെ 4 ഓപ്ഷൻസ് തരും. അപ്പോൾ എന്താണ്? നമുക്ക് തെറ്റിപ്പോവും. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എന്താണ്? C അനൂപ്. നമ്മളെന്താണ്? അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു അല്ലേ? കണ്ടു എന്ന് പറയും. കാണുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? SEE അല്ലേ? C. അപ്പോൾ C അനൂപ്, യാത്രാവിവരണം. അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു എന്നോർക്കുക. അടുത്ത് നോക്കാം. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K ശ്രീകുമാർ അല്ലേ? നമുക്ക് ഈ ശ്രീകുമാറിലെ കുമാർ എന്നെടുത്താൽ എന്താണ്? കുമാരന്മാർ, ബാലന്മാർ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ. അവന്മാർക്ക്, ബാലന്മാർക്കും കുമാരന്മാർക്കൊക്കെ എന്താണ്? ചക്കരമാമ്പഴം വളരെ ഇഷ്ടമാണ് എന്ന് ഓർക്കുക. ഓക്കെ, അതും പഠിച്ചല്ലോ. ഇനി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡോക്ടർ M ബഷീറിനും N പ്രഭാകരനും. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഓർത്ത് വയ്ക്കുക. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ഡോക്ടർ M ബഷീർ, N പ്രഭാകരൻ. സമ്മാനത്തുക എത്രയാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ? 50,000 രൂപയാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. അപ്പോൾ ഓർമ്മയുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. നോവൽ എന്ന് പറയുമ്പോൾ നോ സമ്പർക്കം. എന്താണ് നോവൽ? കൃതിയുടെ പേര് സമ്പർക്ക ക്രാന്തി.
നോവൽ എഴുതി കഴിഞ്ഞാൽ ക്ഷീണിച്ചു, ഷിനിലാൽ. നോവൽ എഴുതിയാൽ ക്ഷീണിച്ചു, വി ഷിനിലാൽ. നോവൽ ഷിനിലാൽ. നോ സമ്പർക്കം അല്ലേ, കൃതിയുടെ പേര് സമ്പർക്കക്രാന്തി. നോ സമ്പർക്കം. കവിത ഏതാണ്? NG ഉണ്ണികൃഷ്ണൻ എഴുതിയ കടലാസ് വിദ്യ. കവിത ഉണ്ണികൾക്ക് കടലാസ് കൊണ്ട് കുറേ വിദ്യ കാണിച്ചു കൊടുത്തു അല്ലേ. ചെറുകഥ PF മാത്യൂസ് മുഴക്കം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറുമുഴ ഉണ്ടായാൽ PFൽ നിന്ന് പൈസ എടുത്ത് ചികിത്സിക്കും. നാടകം എമിൽ മാധവി കുമരു. സാഹിത്യ വിമർശനം S ശാരദകുട്ടി. എത്രയെത്ര പ്രേരണകൾ എന്നാണ് കൃതിയുടെ പേര്. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് വികൃതി കാണിക്കാനുള്ള പ്രേരണയുണ്ടായാൽ നമുക്ക് അവരെ വിമർശിക്കാൻ തോന്നും, അല്ലെങ്കിൽ കുട്ടികൾ വികൃതി കാണിച്ചാൽ നമുക്ക് അവരെ വിമർശിക്കാനുള്ള പ്രേരണയുണ്ടാവും അല്ലേ. അടുത്ത് നോക്കാം. ഹാസ്യസാഹിത്യം ജയന്ത് കാമിച്ചേരി. ഹാസ്യം വിജയിച്ചാൽ കമിഴ്ന്ന് കിടന്ന് ചിരിക്കും അല്ലേ. ഓക്കെ. അടുത്തത് യാത്രാ വിവരണം C അനൂപ് ഹരിത സാവിത്രി. അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു അല്ലേ. കണ്ടു എന്ന് പറയുന്നത് C, അന്ന് അനൂപ്, പച്ചപ്പ് എന്ന് പറയുന്നത് ഹരിത. ഓർത്ത് വയ്ക്കുക. ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ. ബാലനും കുമാരനും കണക്ട് ചെയ്ത് വയ്ക്കുക. ചക്കരമാമ്പഴം. ബാലനും കുമാരനും എല്ലാം ചക്കരമാമ്പഴം ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചക്കരമാമ്പഴം ഇഷ്ടമാണ് എന്നവർക്ക്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ഡോക്ടർ M ബഷീർ, N പ്രഭാകരൻ എന്നിവർക്കാണ്. സമ്മാനത്തുക 50,000 രൂപ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 2022 നമ്മൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നമ്മൾ പഠിച്ചത്. 2021 ഇപ്പോൾ കേരള PSC ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ 2021. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ വീഡിയോ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, രാജാരവിവർമ്മ പുരസ്കാരം, ഹരിവരാസന പുരസ്കാരം തുടങ്ങി എല്ലാ പ്രധാന അവാർഡുകളും കോഡിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ കയറി കാണുക. അപ്പോൾ നമുക്ക് നോക്കാം 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം കവിതയ്ക്കാണ്. കവിതയ്ക്ക് ലഭിച്ചത് അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ് എന്ന കൃതിക്കാണ് അല്ലേ. കവിത അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ്. എങ്ങനെ ഓർക്കാം? ഈ അൻവർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ്, അതിൻ്റെ ഇൻട്രോ സീൻ എങ്ങനെയാണ്? പൃഥ്വിരാജ് ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനാണ് അല്ലേ. അപ്പോൾ അവിടെ എക്സ്പ്രസ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക, മെഹബൂബ് ഓർത്ത് വയ്ക്കുക. അടുത്തത് നോവലാണ്. മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ R രാജശ്രീ, വിനയ് തോമസ്. 2 പേർക്കാണ്. നമുക്കെങ്ങനെ ഓർക്കാം? നമ്മൾ 2022 നോവൽ എഴുതി ഓൾറെഡി ക്ഷീണിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ക്ഷീണിച്ച ആരായാലും ഏത് രാജാവായാലും ഡോക്ടറിനെ പോയി കാണും അല്ലേ. ക്ഷീണിച്ചു കഴിഞ്ഞാൽ ആരായാലും ഏത് രാജാവായാലും ഡോക്ടറിനെ പോയി കാണും. അപ്പോൾ R രാജാവ്, ഡോക്ടർ R രാജശ്രീ. പിന്നെന്താണ്? വിനയ് തോമസ്. ഈ വിനയിൽ തന്നെ നോവൽ എന്ന് നടക്കുന്നുണ്ട് അല്ലേ. നോവൽ വിനയ്. ചെറിയൊരു കണക്ഷൻ അല്ലേ, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് ചെറുകഥയാണ്. ചെറുകഥ VM ദേവദാസ്. എങ്ങനെ ആലോചിക്കാം? നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കും അല്ലേ. എന്ത് കഥയാണ് പറഞ്ഞു കൊടുക്കുക? ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ പറഞ്ഞു കൊടുക്കും. ചെറിയ കുട്ടികൾക്ക് ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ പറഞ്ഞു കൊടുത്തു എന്ന് ആലോചിക്കുക. അടുത്തത് നാടകമാണ്. നാടകത്തിന് പ്രദീപ് മുണ്ടൂർ. നമുക്ക് ജീവിതം പറയാം അല്ലേ. നമുക്ക് ഈ ഓർത്ത് വയ്ക്കാനായിട്ട് ഈ പ്രദീപിലെ പ്രതി എടുക്കുക അല്ലേ. ഓക്കെ. അപ്പോൾ ഒരു പ്രതിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാടകം കളിക്കും അല്ലേ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാടകം പ്രദീപെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം പറയാമെന്ന് പറഞ്ഞ് കുറേ നാടകം കളിക്കും. അപ്പം നാടകം പ്രദീപ് മുണ്ടൂർ, നമുക്ക് ജീവിതം പറയാം. അടുത്തത് യാത്രാ വിവരണം വേണു. ജസ്റ്റ് ആലോചിക്കുക, യാത്ര പോയപ്പോൾ വീണു എന്നാലോചിക്കുക. യാത്രാ വിവരണം വേണു. അവസാനത്തേത് ബാലസാഹിത്യം രഘുനാഥ് പാലേരി. നമ്മൾ 2022 പഠിച്ചു അല്ലേ. ബാലസാഹിത്യം എന്താണ്? ബാലന്മാർക്ക് മാമ്പഴമൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ, ചക്രമാമ്പഴം. ഇവിടെ എന്താണ് ഇഷ്ടം? പാലാണ്. ബാലന്മാർക്ക് ഇഷ്ടം പാലാണ് അല്ലേ. പാലേരി. അവർ മൂവരും ഒരു മഴവില്ലൊക്കെ കാണിച്ചു കൊടുത്ത്, ചന്ദ്രനെയൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മമാർ ഭക്ഷണം കഴിക്കാൻ പറയില്ലേ, അതുപോലെ മഴവില്ലിനൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മമാർ ബാലിന് പാല് കൊടുത്തു എന്ന് ആലോചിക്കുക. ചെറിയൊരു കാര്യം കൂടി, 2021 കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പിന് അർഹരായത് ആരൊക്കെയാണ്? വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ. ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഓർത്ത് വയ്ക്കുക. 2021 ഫെലോഷിപ്പിന് അർഹരായത് വൈശാഖനും പ്രൊഫസർ KP ശങ്കരനും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെഷനിലുള്ളത്. ഓർത്ത് വയ്ക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. 2021 കേരള സാഹിത്യ പുരസ്കാരം കവിത അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, അൻവർ എന്ന സിനിമ ഓർത്ത് വയ്ക്കുക. നോവൽ ഡോക്ടർ R രാജശ്രീ.
ബിനോയ് തോമസ്. നോവൽ എഴുതി ക്ഷീണിച്ചാൽ എന്താണ് 2022 ക്ഷീണിച്ചാലാട്ടോ, അതിവിടെ കൊടുന്ന് എഴുതരുത്. 2022 ക്ഷീണിച്ചാൽ എന്താണ്, ആരായാലും ഏത് രാജാവായാലും ഡോക്ടർ പോയി കാണും അല്ലേ. നോവൽ ഡോക്ടർ ആർ രാജശ്രീയും. പിന്നെ നോവൽ എന്ന് തിരിച്ചെഴുതിയ എന്താണ്, നോവ വീനോ അല്ലേ, ബിനോയ്. ആ പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ചെറുകഥ VM ദേവദാസ്, ചെറിയ കുട്ടികൾക്ക് ദേവന്മാരുടെ കഥ പറഞ്ഞു കൊടുത്തു. നാടകം പ്രദീപ് മുണ്ടൂർ, നമുക്ക് ജീവിതം പറയാം. പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം പറയാമെന്ന് പറഞ്ഞ് കുറേ നാടകമൊക്കെ കളിക്കുക അല്ലേ. അടുത്തത് യാത്രാ വിവരണം വേണു, യാത്ര പോയപ്പോൾ വീണു എന്നോർക്കുക. ബാലസാഹിത്യം രഘുനാഥ് പാലേരി, ബാലന്മാർക്ക് പാല് കൊടുത്തു. എന്താണ്, മഴവില്ല് കാണിച്ചു കൊടുത്ത് പാല് കൊടുത്തു. 2021. ഫെലോഷിപ്പിന് അർഹരായത് വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഏരിയയാണ്. ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് LDC പരീക്ഷകൾക്കെല്ലാം നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ ഇതുപോലെ കോഡിലൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ വീഡിയോ ചെയ്യാം. നിങ്ങളുടെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കൂടി എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. ഓക്കെ, താങ്ക്